ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എക്സൽ ആണ് പറയാൻ പോകുന്നത്. എക്സലിലെ കുറച്ച് ഫങ്ഷൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് എല്ലാവരും കാണുന്നതെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് എക്സലിലെ 2-3 ഫങ്ഷൻസിനെ കുറിച്ചിട്ടാണ്. അത് നമ്മളൊരു സീരീസ് പോലെ നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മളൊരു 3 ഫങ്ഷൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ പറയുന്നത് സം എന്ന് പറയുന്ന ഫങ്ഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 അതിൽ കൂടുതലോ സെല്ലുകളിലുള്ള സംഖ്യകളുടെ ആകത്തുക കണ്ടെത്തുന്നതിനെയാണ് നമ്മൾ സം ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ 2 അതിൽ കൂടുതലോ എത്രയാവാം അത്രയും സെല്ലുകളിലുള്ള സംഖ്യകളുടെ ടോട്ടൽ കാണാനാണ് നമ്മൾ സം ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഡാറ്റ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് ഇതിൻ്റെ ടോട്ടലാണ് നമുക്ക് കാണേണ്ടത്. ഈ 50 മുതൽ 120 വരെയുള്ളതിൻ്റെ ടോട്ടൽ നമുക്ക് കാണണം. തൊട്ട് താഴെയാണ് നമുക്ക് ടോട്ടൽ കാണേണ്ടത്. അതിന് സം എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചും നമുക്ക് ചെയ്യാം. വേറെ ഓട്ടോ സം എന്ന് പറയുന്ന ഒരു ടൂൾ ഉപയോഗിച്ചും നമുക്ക് ടോട്ടൽ കാണാൻ പറ്റും. അപ്പോൾ ആദ്യം നമുക്ക് സം എന്ന് പറയുന്ന ഫംഗ്ഷൻ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് നോക്കാം. ഏത് ഒരു ഇക്വേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും എക്സലിൽ ഏതൊരു ഇക്വേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമ്മൾ ഈക്വൽ എന്ന് പറയുന്ന ഒരു ചിഹ്നം ഉപയോഗിക്കണം. അപ്പോൾ ഈക്വൽ എന്നുള്ളത് കൊടുക്കുക. അതിനുശേഷം സം എന്ന് ടൈപ്പ് ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇനി ഏത് മുതൽ ഏത് റേഞ്ച് വരെയാണ് നമുക്ക് ടോട്ടൽ ചെയ്യേണ്ടത് അതിനെ സെലക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് 50 മുതൽ 120 വരെയാണ്. അപ്പോൾ 50 സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ താഴോട്ട് ഡ്രാഗ് ചെയ്യുക. 120 വരെ നമ്മൾ ഡ്രാഗ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഈക്വൽ സമ്മ് B4 മുതൽ B9 വരെ. B4 എന്ന് പറയുന്നത് ഇവിടെ വരുന്ന ഈ 50 എന്ന് എഴുതിയിട്ടുള്ള സെല്ലാണ്. അത് മുതൽ B9 വരെയാണ് നമുക്ക് ടോട്ടൽ ചെയ്യേണ്ടത്. ഇനി നമ്മൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അതിനുശേഷം എൻ്റർ ചെയ്യുക. അപ്പോൾ നമുക്ക് ടോട്ടൽ എമൗണ്ട് ഇവിടെ കിട്ടും. ഇനി ഇങ്ങനെ സം ഉപയോഗിച്ച് ചെയ്യുമ്പോഴുള്ള ഒരു ഗുണം എന്താന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നമ്മൾ ഈ B4 മുതൽ B9 വരെയുള്ള ഈ സെല്ലുകളിലെ ഏത് നമ്പറിൽ മാറ്റം വരുത്തിയാലും ഓട്ടോമാറ്റിക്കായിട്ട് ടോട്ടൽ മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ടോട്ടൽ ഇവിടെ നമ്മൾ സം ഉപയോഗിച്ച് കണ്ടു. ബാക്കി 2 കോളത്തിലും ടോട്ടൽ കാണണം. അപ്പോൾ ഇവിടെ നിന്ന് ഇതിനെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഓട്ടോ ഫിൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഇതിനെ ഡ്രാഗ് ചെയ്യാം. ഈ പോയിന്റർ ഈ കോർണറിൽ കൊണ്ടുവയ്ക്കുമ്പോൾ ഇതുപോലെ ഒരു പ്ലസിന്റെ ചിഹ്നം വരും. ഇത് വരുന്ന സമയത്ത് നമ്മൾ ഇതിനെ റൈറ്റിലേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കിയുള്ളതിനും കൂടെ ഉത്തരം നമുക്ക് കിട്ടും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ സം ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ ഇതിൽ ഈ ഓരോ ടേബിൾ ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ എല്ലാതിൻ്റെയും കൂടെ ടോട്ടൽ നമുക്ക് കിട്ടണം. അപ്പോൾ അതിനു വേണ്ടി ഇവിടെയാണ് നമുക്ക് ടോട്ടൽ വരേണ്ടത്. അപ്പോൾ ഈക്വൽ സം എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇനി റേഞ്ച് സെലക്ട് ചെയ്യണം. നമുക്ക് എല്ലാതിൻ്റെയും കൂടെ ടോട്ടലാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് മുതൽ ഇത്രയും ഭാഗം സെലക്ട് ചെയ്യണു. കോമ, അടുത്ത ഡാറ്റ സെലക്ട് ചെയ്യുക, കോമ, അടുത്തത് സെലക്ട് ചെയ്യുക. ഇനി നമ്മൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മൊത്തത്തിലുള്ള ടോട്ടൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് സം ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് കോൺകാറ്റനേറ്റ് ഫംഗ്ഷനെ കുറിച്ചിട്ടാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 2 സെല്ലുകളിലുള്ള ഡാറ്റേനെ യോജിപ്പിച്ചിട്ട് ഒന്നാക്കി മാറ്റാനുള്ള ഫംഗ്ഷനാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു ഡാറ്റ സെറ്റ് ചെയ്ത് വെച്ചതിൽ 2 സെല്ലുകളിലായിട്ട് ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ടെക്സ്റ്റ് 1 ടെക്സ്റ്റ് 2 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ കോൺകാറ്റിനേറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് നമുക്ക് ഈ 2 ഇപ്പോൾ മനു, കൃഷ്ണ എന്നുള്ളതിനെ നമുക്ക് ഒന്നാക്കി മാറ്റണം.
അതാണ് നമ്മൾ ഈ ഫംഗ്ഷൻ കൊണ്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് ഈക്വൽ കോൺകാറ്റിനേറ്റ് എന്നുള്ളത് ടൈപ്പ് ചെയ്യാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഫസ്റ്റ് സെല്ല് സെലക്ട് ചെയ്യാം. ഫസ്റ്റ് സെല്ല് സെലക്ട് ചെയ്തതിന് ശേഷം കോമ, ഡബിൾ കോട്ട്സ് ഇടുക, സ്പേസ്, ഡബിൾ കോട്ട്സ്, വീണ്ടും കോമ, അടുത്ത സെല്ലിനെ സെലക്ട് ചെയ്യണം. ഇനി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതേപോലെ പേര് കിട്ടും. രണ്ടും കൂടെ ചേർത്തിട്ടാണ് നമുക്ക് വരുന്നത്. രണ്ടും കൂടെ ജോയിൻ ചെയ്തിട്ടായിരിക്കും നമുക്ക് കിട്ടുക. ഇനി നമ്മൾ ഇത് താഴോട്ട് ഓട്ടോ ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെയും കൂടെ നമുക്ക് ഇതിൽ അതേ രീതിയിൽ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഇതിനിടയിൽ ഇപ്പൊ നമ്മൾ മനു കൃഷ്ണ എന്നുള്ളതിന് മനു സ്പേസ് കൃഷ്ണ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ സ്പേസിന്റെ ഭാഗത്ത് നമുക്ക് എന്തെങ്കിലും ചിഹ്നോ അല്ലെങ്കിൽ ഹൈഫണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം എന്നുണ്ടെങ്കിൽ അതും കൂടെ നമുക്കിതിൽ ചേർക്കാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈക്വൽ ഫംഗ്ഷന്റെ പേര് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇനി സെല്ല് സെലക്ട് ചെയ്യണു, കോമ, ഡബിൾ കോട്ട്സ് ഇടുക. ഡബിൾ കോട്ട്സ് ഇട്ടതിന് ശേഷം നേരത്തെ പറഞ്ഞ പോലെ ഹൈഫൺ ആണോ ഡോട്ട് ആണോ ഏതെങ്കിലും വേറെ സിമ്പലുകളാണോ വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡബിൾ കോട്ട്സിനുള്ളിൽ നമ്മൾ കൊടുക്കാം. അതിനുശേഷം ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്യുക, കോമ ഇടുക, അടുത്ത സെല്ല് സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ ചെയ്യുക. ഇപ്പോൾ അവിടെ മനു ഡോട്ട് കൃഷ്ണ എന്നുള്ളത് വന്നു. അപ്പോൾ ആ ഡബിൾ കോട്ട്സിന് ഇടയിൽ നമുക്ക് എന്താണോ ഈ പേരുകളുടെ ഇടയിൽ വരേണ്ട ചിഹ്നം, എന്ത് സിമ്പലാണ് വരേണ്ടത് അത് നമുക്ക് ആ ഡബിൾ കോട്ട്സിനുള്ളിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന ഫംഗ്ഷൻ കൗണ്ട് എന്നുള്ളതാണ്. കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത ഡാറ്റയിലെ എല്ലാ സംഖ്യകളുടെയും കൂടെ എണ്ണം കണ്ടെത്താനാണ് നമ്മൾ കൗണ്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്തതിൽ നമ്പേഴ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ലെറ്റേഴ്സും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് സംഖ്യകളുടെ മാത്രം എണ്ണമാണ് നമ്മൾ കണ്ടെത്തുന്നത്, തുകയല്ല. എണ്ണം എത്ര വരുന്നു എന്നതാണ് നമ്മൾ ഈ കൗണ്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈക്വൽ കൗണ്ട് എന്ന് പറയുന്നത് ടൈപ്പ് ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, അതിനുശേഷം ഈ ഡാറ്റയെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ ചെയ്യുക. അപ്പോൾ 5 എണ്ണമാണ് വരുന്നത്. 1 2 3 4 5. അപ്പോൾ അങ്ങനെ 5 നമ്പറുകളാണ്, 5 സംഖ്യകളാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ആ സംഖ്യകളുടെ എണ്ണമാണ് കാണിക്കുന്നത്, തുകയല്ല, എണ്ണമാണ് കാണിക്കുന്നത്. ഇനി നമ്മൾ ഇവിടെ മാറ്റിയിട്ട് ABC എന്നുള്ളത് മാറ്റിയിട്ട് ഇവിടെ വേറൊരു നമ്പർ കൊടുത്തു. അപ്പോൾ ഇവിടെ 5 എന്നുള്ളത് മാറി 6 വരും. അപ്പോൾ മൊത്തം എണ്ണം 6 വരുന്നുണ്ട്. അങ്ങനെയാണ് കൗണ്ട് ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്.